ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. തിരുവനന്തപുരം LDC എക്സാമിന് PSC ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇവിടെ വൈക്കം സത്യാഗ്രഹം ഏതാണ് വർഷം? 1924 ചാന്നാർ ലഹള നടന്നത് 1859 ക്ഷേത്രപ്രവേശന വിളംബരം 1936 മലബാർ കലാപം 1921. അപ്പോൾ ആദ്യം നടന്നത് ചാന്നാർ ലഹളയാണ് 1859. രണ്ടിൽ ആരംഭിക്കുന്ന രണ്ട് ഓപ്ഷനുകളാണുള്ളത്. രണ്ടാമത് വരുന്നത് 1921 നടന്ന മലബാർ കലാപമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ആദ്യം ചാന്നാർ ലഹള 1859, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ അടുത്തിടെ നടന്ന എക്സാമുകൾക്കൊക്കെയും കാലഗണനാക്രമത്തിൽ എഴുതാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് നോക്കാം. അഞ്ചുതെങ്ങ് കലാപം ഏതാണ് വർഷം? 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അഞ്ചുതെങ്ങ് കലാപം 1697 വർഷം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം 1721. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 1797 ഇടയിലാണ്. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത്. രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത് 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. കുണ്ടറ വിളംബരം നടന്നത് 1809. 1809 കുണ്ടറ വിളംബരം. കുറിച്യർ കലാപം 1812. കുറിച്യർ കലാപം നടന്നത് 1812. ഒന്നാം ചാന്നാർ ലഹള 1822. ചാന്നാർ കലാപം 1859. 1822 ചാന്നാർ ലഹള ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നാം ചാന്നാർ ലഹള എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1822. ചാന്നാർ ലഹള 1859. മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896. മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896. പെരിനാട് ലഹള നടക്കുന്നത് 1915. പെരിനാട് ലഹള 1915. തളിക്ഷേത്ര സമരം നടക്കുന്നത് 1917. പെരിനാട് ലഹള 1915, തളിക്ഷേത്ര സമരം 1917. പൗരസമത്വ പ്രക്ഷോഭം 1919 മുതൽ 22 വരെ. പൗരസമത്വ പ്രക്ഷോഭം 1919 മുതൽ 1922 വരെയാണ്. മലബാർ കലാപം 1921. മലബാർ കലാപത്തിനോടനുബന്ധിച്ചാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. അതും വർഷം 1921. വൈക്കം സത്യാഗ്രഹം 1924. ഉപ്പ് സത്യാഗ്രഹം 1930. 1924 വൈക്കം സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930. ഗുരുവായൂർ സത്യാഗ്രഹം ഏതാണ് വർഷം? 1931. അതേ വർഷം തന്നെയാണ് ശുചീന്ദ്രം സത്യാഗ്രഹവും. ഗുരുവായൂർ സത്യാഗ്രഹവും ശുചീന്ദ്രം സത്യാഗ്രഹവും 1931. നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത് 1936. ക്ഷേത്രപ്രവേശന വിളംബരവും പട്ടിണി ജാഥയും നടക്കുന്നതും 1936 തന്നെയാണ്. വൈദ്യുതി പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, പട്ടിണി ജാഥ എന്നിവ നടന്ന വർഷം 1936.
ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നത് 1938 ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം നടക്കുന്നത് 1938. മൊറാഴ സമരം നടക്കുന്നത് 1940 കയ്യൂർ സമരം 1941. മൊറാഴ സമരം 1940, കയ്യൂർ സമരം 1941. ക്വിറ്റ് ഇന്ത്യ സമരത്തിനോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന സമരമായ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942. പുന്നപ്ര വയലാർ സമരം, കരിവെള്ളൂർ സമരം എന്നിവ നടന്നത് 1946. പുന്നപ്ര വയലാർ സമരം, കരിവെള്ളൂർ സമരം എന്നിവ നടന്നത് 1946. പാലിയം സത്യാഗ്രഹം 1947. പാലിയം സത്യാഗ്രഹം 1947. അപ്പോ നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് 2024 100 വർഷം പൂർത്തിയാവുകയാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് 2024 100 വർഷം പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ആണുള്ളത്, അല്ലെങ്കിലും വളരെയേറെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട്, അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ക്ഷേത്രത്തിന്റെ ബോർഡിന്റെ ആ ഒരു പരിധി മറികടന്ന് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതായിരുന്നു സമരമുറ എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യ ദിവസത്തിൽ സമരത്തിൽ പങ്കെടുത്തവർ പുലയ സമുദായത്തിൽ നിന്നും കുഞ്ഞാപ്പി, ഈഴവ സമുദായത്തിൽ നിന്നും ബാഹുലേയൻ, നായർ സമുദായത്തിൽ നിന്നും ഗോവിന്ദ പണിക്കർ എന്നിവരാണ് 1924 മാർച്ച് 30 ഈ സത്യാഗ്രഹ സമരം ആരംഭിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ടി.കെ. മാധവനും കെ.പി. കേശവ മേനോനുമാണ്. ഇതുകൂടാതെ സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള, കുരൂർ നീലകണ്ഠപിള്ള തുടങ്ങിയവരെല്ലാവരും തന്നെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളാണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായതെന്നാണ് 1925 നവംബർ 23 കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി ഭേദമന്യേ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കാൻ ഉത്തരവായതാണ് 1925 നവംബർ 23. ഇത് കഴിഞ്ഞ് 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കാനായിട്ടുള്ള വിളംബരം പുറപ്പെടുവിക്കുന്നത് 1928. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാരാണ്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചത്. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം.ഇ. നായിഡു ആണ്. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് എം.ഇ. നായിഡു. വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചതാരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് വൈക്കത്തേക്ക് മധുരയിൽ നിന്നും ജാഥ നയിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നതാണ്
വൈക്കം ഹീറോ അല്ലെങ്കിൽ വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ ആണ്. EV രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വൈക്കത്താണ്. EV രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയവരാണ് അകാലികൾ. ഈ അകാലികളുടെ നേതാവ് ആരാണ്? ലാൽ സിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നും എത്തിയ അകാലികളുടെ നേതാവാണ് ലാൽ സിംഗ് എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായിയുമാണ്. ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിക്കുന്നത് 1925 വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചിട്ട് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 എന്ന പ്രസ്താവന തെറ്റാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇനി അഥവാ ഈ പ്രസ്താവന അറിയില്ല എങ്കിൽ തന്നെയും ഡിലീഷൻ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത തിരുവനന്തപുരം LDയുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്കുണ്ടായിരുന്നു. ഡിലീഷൻ മെത്തേഡിലൂടെ ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്താമായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയും 2 തെറ്റുമായതിനാൽ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും ഡിലീറ്റ് ചെയ്തിട്ട് നേരിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 1919 ഏപ്രിൽ 13 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ചാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിനോടനുബന്ധിച്ച് ഉയർത്തിയത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഉയർത്തിയത് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? വിഭജിക്കുക പുറത്തു പോവുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാരാണ്? മുസ്ലിം ലീഗ് ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. 1942 ഏതാണ്? ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. കീഴരിയൂർ ബോംബ് കേസ് വർഷം 1942 കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ് ആണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിങ്ദോ പ്രഭു ആണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വൈസ്രോയി ആയിരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായതെന്നാണ് 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത്. ഗാന്ധിജിയെ തടവിലാക്കിയത് പൂനെയിലെ ആഘാഖാൻ കൊട്ടാരത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത്. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് ആഘാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ആഘാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്.
ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ്. ഗാന്ധിജിയാണ് അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നതെന്നാണ് 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നു വരുന്നത്. ഭീകരപ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കിലടയ്ക്കാം. ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസുകാർക്ക് അധികാരം നൽകിയ നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് 1919 ഫെബ്രുവരിയിലാണ്. റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത് 1919 മാർച്ച് 10-നാണ്. റൗലറ്റ് ആക്ടിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. റൗലറ്റ് ആക്ടിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവുമാണ്. സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാലിനെയും 1919 ഏപ്രിൽ 10-ന് അറസ്റ്റ് ചെയ്തു. ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനായി ജനങ്ങൾ 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20,000-ഓളം നിരായുധരായ ജനങ്ങളാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ ജനക്കൂട്ടത്തിന് നേരെ 1919 ഏപ്രിൽ 13-ന് വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കൽ ഒ ഡയർ. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് എന്ന് ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ഈ ഒരു വെടിവയ്പിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 379 പേർ മരിക്കുകയും 1500-ൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 1000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവത്തിനെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഡയർ, കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ഈ മൈക്കൽ ഒ ഡയറിനെ, അതായത് ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഒ ഡയറിനെ വധിച്ച ഇന്ത്യൻ വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. മൈക്കൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് 1940 മാർച്ച് 13-നാണ്. ഈ കുറ്റത്തിന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31-നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ചെംസ്ഫോർഡ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകുകയും ചെയ്തു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകി. സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിക്കുകയും ചെയ്തു. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ ആണ്. അടുത്തത് വട്ടമേശ സമ്മേളനങ്ങൾ. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ നടത്തിയ സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? ഗാന്ധിജിയാണ്. 1930-ലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്.
സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ. ഒന്നാം വട്ടമേശ സമ്മേളനം 1930. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റാംസേ മക്ഡൊണാൾഡ് ആണ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ് ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു, ആഘാ ഖാൻ, മുഹമ്മദ് അലി ജിന്ന എന്നിവരാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ കൂടാതെ തേജ് ബഹാദൂർ സപ്രുവും 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാണ്. അധസ്ഥിത വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഡോക്ടർ BR അംബേദ്കർ വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1931 ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പലാണ് SS രജപുത്താന. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചത് സരോജിനി നായിഡു. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചത് സർദാർ KM പണിക്കർ. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം കാരണം രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയത്തിലേക്ക് പോയി. അതിനുശേഷം സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു. അതിനാൽ 3-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1949 നാറ്റോ സ്ഥാപിതമായത് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. നമ്മളിത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൽ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ നാറ്റോയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണെന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. 2ഉം 4ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ചൈന നാറ്റോയിൽ ചേരാൻ പോയതല്ല, ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ തീരുമാനിച്ചതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായിട്ടുള്ള കാര്യം. 1949 ഏപ്രിൽ 4 നാറ്റോ നിലവിൽ വന്നത്. 1949 ഏപ്രിൽ 4 നാറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRനെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ. രൂപീകൃതമായതെന്നാണ് 1949 ഏപ്രിൽ 4 നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അവസാനമായി നാറ്റോയിൽ അംഗമായ രാജ്യം സ്വീഡൻ ആണ്. അവസാനമായി നാറ്റോയിൽ അംഗമായ രാജ്യം സ്വീഡൻ ആണ്. നാറ്റോ രൂപീകരിക്കുമ്പോൾ 12 രാഷ്ട്രങ്ങൾ ചേർന്നാണ് ഈ സഖ്യം ആരംഭിക്കുന്നത്. 12 രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ 32 അംഗരാഷ്ട്രങ്ങളാണ് ഉള്ളത്. നാറ്റോയുടെ സ്ഥാപക രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UK, ഫ്രാൻസ്, ബെൽജിയം, ഡെൻമാർക്ക്, ഇറ്റലി, ഐസ്ലൻഡ്, ലക്സംബർഗ്, നെതർലൻഡ്, നോർവേ, പോർച്ചുഗൽ, അമേരിക്ക, കാനഡ എന്നിവയാണ് സ്ഥാപക അംഗങ്ങളെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? റോബസ്പിയർ, ജാക്കോബിൻ ക്ലബ്ബ് ശരിയാണ്. ഏപ്രിൽ തിസീസ് VI ലെനിൻ എന്നതും ശരിയാണ്. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എന്നത് തെറ്റാണ്. ലോങ് മാർച്ച് മാവോ സേത്തും ശരിയാണ്. സ്പിരിറ്റ് ഓഫ് ലോ രചിച്ചിരിക്കുന്നത്
വോൾട്ടയർ അല്ല. ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. തെറ്റായിട്ടുള്ള ജോഡി 3 മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്പിരിറ്റ് ഓഫ് ലോ, പേർഷ്യൻ ലെറ്റേഴ്സ്, കൺസിഡറേഷൻസ് ഓൺ ദ കോസസ് ഓഫ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ റോമൻസ് ആൻഡ് ദെയർ ഡിക്ലൈൻ ഇവയൊക്കെ രചിച്ചിരിക്കുന്നത് മൊണ്ടസ്ക്യൂ ആണ്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടന്നത് എന്നാണ്? 1934 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടക്കുന്നത്. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന കൃഷിഭൂമികളും ഗ്രാമങ്ങളും ഒക്കെ പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. നടന്ന വർഷം ഏതാണ്? 1934. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവന 1988 ജനുവരി 20 അന്തരിച്ചു എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. 1987 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് SCERTയിൽ കൊടുത്തിരിക്കുന്ന ഒരു കോളമുണ്ട്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചത്. 1987 അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഖുദായി ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ഇത് രൂപീകരിച്ചത് 1953 എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3, 4. ഷാ കമ്മീഷൻ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു? HN കുൻസ്രുവും KM പണിക്കരുമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ് KM പണിക്കർ. സർദാർ KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ്. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ ആണെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ് സർദാർ KM പണിക്കർ. സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ശുപാർശ ചെയ്തു. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം 1956 ഈ നിയമപ്രകാരം 1956 എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 നിലവിൽ വന്നത്.
താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ശരിയായ പ്രസ്താവന. ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അതിനു മുകളിൽ മീസോസ്ഫിയർ, അതിനു മുകളിൽ തെർമോസ്ഫിയർ, ഏറ്റവും മുകളിൽ എക്സോസ്ഫിയർ ആണ്. ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ചാർജുള്ള കണികകൾ കാണപ്പെടുന്ന ഭാഗത്തിനെ അയണോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. ഗ്രാനൈറ്റ് ഏത് തരം ശിലയാണ്? ഗ്രാനൈറ്റ് ആഗ്നേയശിലയാണ്. ഗ്രാനൈറ്റ് ആഗ്നേയശിലയാണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ആഗ്നേയശിലകളാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവയാണ് പ്രധാനപ്പെട്ട അവസാദ ശിലകൾ. മാർബിൾ, സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണവുമാണ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. മറ്റെല്ലാ ശിലകളും രൂപപ്പെടുന്നത് ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചതായതിനാൽ ആഗ്നേയ ശിലകളെ മാതൃശിലകളെന്നും പ്രാഥമിക ശിലകളെന്നും അറിയപ്പെടുന്നു. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവയൊക്കെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിഞ്ഞ് ഉണ്ടാകുന്ന ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് അവ പിന്നീട് ഉറച്ച് പാളികളായി രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകളെ അടുക്ക് ശിലകൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. പിന്നീടുള്ളത് കായാന്തരിത ശിലകളാണ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ശിലകളാണ്? കായാന്തരിത ശിലകളാണ്. മാർബിൾ, സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹം എന്ന് പറയുന്നത്. ബൻഗ്വേല പ്രവാഹവും ഗൾഫ് സ്ട്രീമും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. കുറേഷ്യോ പ്രവാഹം പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹവുമാണ്. അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹം. അതൊരു ഉഷ്ണജലപ്രവാഹവുമാണ്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹത്തിനെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ഇതിൽ ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ തുടങ്ങി ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ ആരംഭിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് പോകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. നേരെ തിരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രജലത്തിന്റെ ലവണത്വം, താപനില എന്നിവയൊക്കെ എന്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ്? സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ്. പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് കുറേഷ്യോ പ്രവാഹം, ഒയാഷിയോ പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം, പെറു ഹംബോൾട്ട് പ്രവാഹം എന്നിവയൊക്കെ തന്നെ പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, പിന്നീട് കാനറീസ് പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ലബ്രഡോർ പ്രവാഹം, ബെൻഗ്വാല പ്രവാഹം, ബ്രസീൽ പ്രവാഹം. ഇവയൊക്കെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് അഗുൽഹാസ് പ്രവാഹം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം എന്നിവയൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ശരിയായ പ്രസ്താവനയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്തൊരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. കൂടംകുളത്തുള്ളത് എന്താണ്? ആണവോർജ്ജ നിലയമാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ് എന്ന പ്രസ്താവന തെറ്റാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ ആണ്. സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ് നദി. ഝലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഝലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് നദി എന്ന് പറയുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് നദി. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? ഭക്രാനങ്കൽ അണക്കെട്ടാണ്. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഭക്രാനങ്കൽ അണക്കെട്ടാണ്. പ്രാചീന കാലത്ത് സത്ലജ് നദി അറിയപ്പെട്ടിരുന്ന പേരേതാണ്? ശതാദ്രു എന്ന പേരിലാണ് പ്രാചീന കാലത്ത് സത്ലജ് നദി അറിയപ്പെട്ടിരുന്നത്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സത്ലജ് നദി. സത്ലജ് നദി പതിക്കുന്നത് എവിടെയാണ്? ചിനാബ് നദിയിലാണ് സത്ലജ് നദി പതിക്കുന്നത്. ചിനാബ് നദിയിൽ ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഓപ്ഷൻ സി NW3 ആണ്. ദേശീയ ജലപാത 3 ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 ദേശീയ ജലപാതകളാണ് 1, 2, 3, 4, 5 എന്നിവ. അതിൽ ദേശീയ ജലപാത 1 ആദ്യം നിലവിൽ വന്നത്. ഏത് നദിയിലാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ടാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. ആകെ നീളം എത്രയാണ്? 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയ മുതൽ ധുബ്രി വരെയാണ്. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ്. ആകെ നീളം 891 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 3 നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജലപാതയാണ് ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. നിലവിൽ ഇത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. 2016 ഉത്തരവ് പ്രകാരം ദേശീയ ജലപാത 3 കോഴിക്കോട് വരെ നീട്ടിയിരുന്നു. മുൻപ് 205 കിലോമീറ്റർ ആയിരുന്നു. നിലവിൽ 365 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 3ന്റെ നീളം എന്ന് പറയുന്നത്. പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 4 സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി, കൃഷ്ണ നദികളിലായിട്ടാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കാക്കിനാട മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത 4. അതിന്റെ നീളം എത്രയാണ്? 1095 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 5 അറിയപ്പെടുന്നത് പൂർവ്വതീര കനാൽ എന്നാണ്. പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണെങ്കിൽ പൂർവ്വതീര കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത് താൽച്ചറിനെ പാരാദ്വീപുമായിട്ടാണ്. അല്ലെങ്കിൽ ഒഡീഷയെ പശ്ചിമ ബംഗാളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാലും ദേശീയ ജലപാത 5 ആണ്. താൽച്ചറിനെ പാരാദ്വീപുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ബ്രാഹ്മണി, മഹാനദി നദികളിലായിട്ടാണ് ദേശീയ ജലപാത 5 സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ് നീളം? 623 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 5ന്റെ നീളമെന്ന് പറയുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. പരിസ്ഥിതിയുടെ സംരക്ഷണാർത്ഥം പരിസ്ഥിതി ദിനം ലോകമെമ്പാടും ആചരിക്കണം എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞത് 1972 ഐക്യരാഷ്ട്രസഭയുടെ സ്വീഡനിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിലായിരുന്നു. 1974 ജൂൺ 5 ആദ്യമായിട്ട് പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1974 ജൂൺ 5 ആദ്യമായിട്ട് ആഗോളതലത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ച് തുടങ്ങിയത്.
എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഓരോ വ്യത്യസ്ത രാജ്യങ്ങളാണ്. 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. 2024 സൗദി അറേബ്യ ആണ്. മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയൊക്കെ ഇന്ന് സൗദി അറേബ്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് ഇതൊക്കെ സംബന്ധിച്ചുള്ള അവബോധനത്തിലും പരിഹാര മാർഗങ്ങൾ അവലംബിക്കുന്നതിലും അത്യധികം താല്പര്യപൂർവ്വമുള്ള പങ്കാളിത്തമാണ് സൗദി അറേബ്യ വഹിച്ചത്. കൂടാതെ 2024 ഡിസംബർ 2 മുതൽ 13 വരെ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ മരുഭൂമിവൽക്കരണം ചെറുക്കാനുള്ള കൺവെൻഷനായ UNCCD അഥവാ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ COP16 എന്ന കോൺഫറൻസിനും സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ആഗോളതലത്തിലെ മറ്റു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാരാണ്? ജനീവയുമാണ്.